മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തജനങ്ങളെല്ലാം സൗവർണിക നദിയിൽ ഇറങ്ങി കുളിച്ചിട്ട് പോകണമെന്നാണ് വൈപ്പ്. കുളിച്ചിട്ട് പോകണമെന്നുള്ളവരെല്ലാം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ക്ഷേത്രത്തിലോട്ട് പോകുന്ന മെയിൻ റോഡിൽ നിന്നും ഇടത്തോട്ട് അല്പം തിരിയുമ്പോൾ സൗവർണിക ക്ഷേത്ര കടവ് കാണാം. ക്ഷേത്ര കടവിനടുത്ത് തന്നെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ആ കടവിലോട്ട് ഇറങ്ങിയാൽ കുളിക്കാൻ നല്ല സുഖമാണ്. നല്ല കണുനീര് പോലുള്ള ജലമാണ്. കുടജാദ്രി മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ സൗവർണിക നദിയിലെ ജലം വളരെയേറെ ഔഷധ ഗുണമുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഗരുഡ ഭഗവാന്റെ പേരായ സുവർണൻ എന്ന പേരിൽ നിന്നാണ് സൗവർണിക എന്ന പേര് ഉണ്ടായത്. മൂകാംബിക ദേവിയുമായി ഈ നദിക്ക് നിരവധി കഥകൾ ഉണ്ടായി. സൗവർണിക നദിയിൽ ഇറങ്ങി കുളിക്കുന്നത് പോലൊരു സുഖം വേറെ എവിടെ കുളിച്ചാലും ഉണ്ടാകത്തില്ല. എന്തൊരു സുഖമാണെന്നറിയാം അവിടെ ഇറങ്ങി കുളിച്ചാൽ. നല്ല കണ്ണിന് മണി പോലിരിക്കുന്ന പളുങ്ക് പോലിരിക്കുന്ന ജലമാണ്. അവിടെ ഇറങ്ങി കുളിച്ച് ഇച്ചിരി നേരമൊക്കെ അവിടെ ഇരുന്ന് ഊർജം നമുക്ക് പകരുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, കുരങ്ങന്മാരുണ്ട്. നമ്മുടെ സാധനങ്ങളൊന്നും അടിച്ചുകൊണ്ട് പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മൂകാംബിക ക്ഷേത്രത്തിലും കുടജാദ്രിയിലൊക്കെ പോകാൻ നല്ല ഊർജ്ജമായിരിക്കും ഈ സൗവർണിക നദിയിലിറങ്ങി കുളിച്ചിട്ട് പോയാലൊക്കെ.